Yes. So again, we are going to discuss the last part of Aurobindo's educational concepts. We have so far discussed physical education, vital education, and mental education. And two more parts are there regarding to the integral education, that is psychic and spiritual education. And he has given some explanation on psychic and spiritual education together. നമ്മൾ ഇത്ര സമയം സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ഇന്റഗ്രൽ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ 3 ഭാഗങ്ങളെ കുറിച്ചായിരുന്നു. ഒന്ന് കായിക വിദ്യാഭ്യാസം, പിന്നൊന്ന് വിറ്റൽ എഡ്യൂക്കേഷൻ അഥവാ ഒരു ജീവിത ഊർജം, ലൈഫ് ഫോഴ്സ്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഊർജം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ വികാര പ്രകടനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസം. പിന്നെ മെന്റൽ എഡ്യൂക്കേഷൻ, അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഓരോ കുട്ടിയും അവൻ പഠിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി കൊടുക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനും അതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ വശങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് വിശദമാക്കാനും വിശദീകരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ട് മൂന്നാമത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആശയം രൂപീകരിക്കുകയും ആ ആശയത്തിന് ചുറ്റുമായ കാര്യങ്ങളെ വിശദീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു 5 സ്റ്റേജ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അരബിന്ദോ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓവർ. Yet to come something else, and that is something most important, and that is not being often done or not being often offered to children. അദ്ദേഹം പറയുന്നത് ഇതുവരെ പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിക്കും കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്. അത് ഈ ലോകത്ത് ജീവിക്കുമ്പോഴുള്ള നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിനപ്പുറത്ത് സംതിങ് ബിയോണ്ട് ദാറ്റ് ഈസ് ഹൈഡിങ് ഇൻ ദ ചൈൽഡ്. That is some greater consciousness. മിക്കവാറും കുട്ടിയുടെ മനസ്സിൽ മറ്റൊരു ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ചിലർക്ക് ഉണ്ടാവാം. പലരും അത് അനുഭവിച്ചറിയുന്നുണ്ട്. അത് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം. ചിലത് മതം എന്ന രീതിയിലായിരിക്കാം, ചിലത് മതം എന്ന രീതിയിലല്ലെങ്കിൽ മറ്റു ചില തത്വചിന്തകൾ എന്ന രീതിയിലായിരിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാര്യം മറഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു പ്രാപഞ്ചിക സത്യം. ചില കുട്ടികൾക്ക് അതങ്ങനെ അതവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പാരൻസ് അവരെ തടയും എന്നാണ് അരബിന്ദോ പറയുന്നത്. അപ്പൊ ഈ ഒരു തരത്തിൽ തൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ കണ്ടെത്താൻ, ആ സത്യത്തെ അനുഭവിച്ചറിയാൻ ഉള്ള ഒരു വിദ്യാഭ്യാസമാണ് സൈക്കിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സത്യം മനസ്സിലാക്കലോടുകൂടി ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും തന്നെ തന്നെ കാണാനുള്ള ഒരു പ്രവണത വ്യക്തിയിലേക്ക് വരണമെന്നാണ്. വ്യക്തി ജീവിക്കുന്നത് തന്നിൽ മാത്രമല്ല മറ്റുള്ളവരിലൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ്. ആ ഒരു തലത്തിലേക്ക് വ്യക്തിക്ക് പോകാൻ സാധിക്കും എന്നാണ്. അതാണ് സൈക്കിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈഗോയിസം ഉണ്ട്. നമ്മൾ ഓരോന്നിനെയും കാണുന്നത് നമ്മളിലൂടെയാണ്. നമ്മൾ എപ്പോഴും ഒരു ഈഗോയിസമായിട്ട് അവനവൻ എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ന് പറയുന്ന ഈ ഈഗോയിസത്തിൽ നിന്നും പുറത്ത് കടന്ന് അറ്റമില്ലാത്ത ഒരു സമയത്തെക്കുറിച്ചും അതിരുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു വളർച്ച, ആ തരത്തിൽ വളരാൻ വേണ്ടി നൽകുന്ന വിദ്യാഭ്യാസമാണ് സൈക്കിക് എഡ്യൂക്കേഷൻ. അതിനകത്ത് പറഞ്ഞ നമ്മൾ ഓരോ കാര്യത്തെയും നോക്കിക്കാണുന്നത് നമ്മുടെ സർക്കംസ്റ്റാൻസസിനനുസരിച്ചാണ്. The starting point is to seek yourself that which is independent of the body and the circumstances of life. According to Aurobindo, we see all the things on the basis of our circumstances, our atmosphere. And we should be able to come out of the influence of or the pressure of these circumstances. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തെ ഒക്കെയും കാണുന്നത്. നമ്മുടെ ചില ശീലങ്ങൾക്കനുസരിച്ച്, നമ്മുടെ സമൂഹത്തിലുള്ള ചില ആചാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ കണ്ട കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മറ്റൊരു കാര്യത്തെ കാണുന്നത്. ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നും പുറത്ത് കടന്ന് you begin to live in all things and in all beings. You think in their thoughts, vibrate in their sensations, feel in their feelings, live in the life of all. നമ്മൾ അധ്യാപകരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കണം എന്നാണ്. അവരിലൂടെ നമ്മൾ ജീവിക്കണം എന്നാണ്. നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ആ മതിൽക്കെട്ടുകൾ മാറ്റിയിട്ട് അവർ ചിന്തിക്കുന്നത് തലത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. അപ്പൊ അങ്ങനെ ഒരു കോൺഷ്യസ്നസ്, കുറച്ചുകൂടെ ഗ്രേറ്റർ ആയിട്ടുള്ള കോൺഷ്യസ്നസ്, അതാണ് ഈ സൈക്കിക് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കും. ശരിക്കും ഈ സൈക്കിക് എഡ്യൂക്കേഷനും സ്പിരിച്വൽ എഡ്യൂക്കേഷനും അദ്ദേഹം വിശദീകരിക്കുന്ന സ്ഥലത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. സൈക്കിക് എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈഗോയിസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അറ്റമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചും അതിരുകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണമെന്നാണ്. എന്നാൽ സ്പിരിച്വൽ ആസ്പെക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവിടെ നമുക്ക് ഈഗോയിസം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈക്കിക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മൾ അവസാനമായി എത്തിച്ചേരാൻ പോകുന്നത് ആ ഒരു സ്പിരിച്വൽ സ്റ്റേജിലേക്കായിരിക്കും. അഥവാ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഒരു സത്യത്തെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ട് എന്നും ആ ചിന്ത പലപ്പോഴും ആർക്കും കണ്ടെത്താൻ സാധിക്കാറില്ല എന്നും. കാരണം നമ്മൾ ഈ പുറത്തുള്ള നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനും വിറ്റൽ എഡ്യൂക്കേഷനും മെന്റൽ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി നമ്മുടെ ആന്തരികം എന്ന് പറയുന്നത് തന്നെ നമ്മളെ പുറമേ കാണുന്ന ആന്തരികം, അതിന്റെ ഉള്ളിൽ വേറൊന്നുണ്ട്. മൈൻഡ് എന്ന് പറയുന്നത് അത് പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണെങ്കിൽ പോലും അതിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സാധാരണ അനുഭവിച്ചറിയാറുണ്ട്. എന്നാൽ അതിൻ്റെയും അപ്പുറത്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും പറയാറുണ്ട്
ഈ മനസ്സിനെ കൊണ്ട് അഥവാ മൈൻഡിനെ കൊണ്ട് സ്പിരിച്വാലിറ്റിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ്. കാരണം മൈൻഡ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ തിങ്കിങ്ങിന്റെ ഒരു കേന്ദ്രമാണ്. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ഇന്റലക്ച്വൽ തിങ്കിങ്. അവിടെ നമ്മളെല്ലാത്തിനെയും നോക്കിക്കാണുന്നത് ഒരു ബുദ്ധിപരമായിട്ടാണ് പലപ്പോഴും നോക്കിക്കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാര്യങ്ങളെ കണക്ക് കൂട്ടിയിട്ട് നോക്കിക്കാണും. ഇപ്പൊ നമ്മൾ ഒരാളെ കാണും, നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ദൂരത്ത് നോക്കുന്നു, നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ നേരത്തെ ആളുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് അയാളും ഞാനും ഒന്നാണ്, അയാളും ഞാനും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അയാളുടെ ചിന്തയിൽ കയറി നിന്നുകൊണ്ട് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതാണ് ഇത് കുറച്ചുകൂടെ ഇന്നർ ആണ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഈഗോയിസത്തിൽ നമ്മൾ പുറത്തെടുക്കുക. ഈഗോയിസം എന്ന് പറയുന്ന ആ മുട്ടയുടെ തോട് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് സൈക്കിക് എഡ്യൂക്കേഷനിലൂടെ ചെയ്യുന്നത്. ഈ സൈക്കിക് എഡ്യൂക്കേഷന്റെയും കുറെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ പിന്നെ നമുക്ക് ഈഗോ ഇല്ല, നമ്മൾ തന്നെ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ കാലമില്ല. നേരത്തെ പറഞ്ഞത് സൈക്കിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അറ്റമില്ലാത്ത കാലം, അതിരുകളില്ലാത്ത ലോകം. അവ ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനും ആ ഒരൊറ്റ ലോകത്തിലുള്ള ആളുകളായി ആ ഒരൊറ്റ ലോകത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ കയറി അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് സൈക്കിക് പ്രോസസ്. അതിൻ്റെയും അപ്പുറത്താണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാലമില്ല, സമയമില്ല, നമ്മൾ തന്നെ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഹൈലി ഫിലോസഫിക്കൽ. നമ്മളിത് കൂടുതൽ വായിക്കുമ്പോൾ ആണ് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മൾ സാധാരണ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗോൾ, ഒരു ഫോമിലൂടെ ആയിരിക്കും നമ്മൾ ചിലപ്പോ കാണുന്നത്. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക്, ആ ഫോമിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകും. ഇത് വെറും ഫോമുകളാണ്, രൂപങ്ങളാണ് എന്നും ഈ രൂപങ്ങളുടെ അപ്പുറത്ത് എല്ലാവരും ചിന്തിക്കുന്നത് ഒരു അദൃശ്യ ശക്തിയെ കുറിച്ചാണ് എന്നും ആ അദൃശ്യ ശക്തി വ്യത്യസ്തമായ ഫോമുകളിലൂടെ നമ്മൾ കാണുന്നുവെങ്കിലും അതൊക്കെ ഒന്നാണ് എന്നും അത് ഒന്നായത് കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർ മാത്രമല്ല, നമ്മൾ ചെടികളെ കുറിച്ച് ചെടികളുടെ ഉള്ളിൽ കയറി ആ ചെടികളെ കുറിച്ച് ചെടികളിലൂടെ നമ്മൾ ജീവിക്കണം എന്നാണ്, എന്നിട്ട് ചെടികളെ കുറിച്ച് അറിയണം എന്നാണ്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ദൈവം എന്ന കാഴ്ചപ്പാടില്ലെങ്കിൽ ഒരു സത്യത്തിന്റെ, ഒരു പരിപൂർണതയുടെ പ്രതീകമാണ് എന്ന രീതിയിൽ കണ്ടിട്ട് അവയെ അവയുടെ ഉള്ളിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു തലമാണ് ഈ സൈക്കിക് എഡ്യൂക്കേഷൻ, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. ഗോട്ട് ദ ഐഡിയ. അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ എന്താ പറയുക, ഇതൊരു ഘട്ടമായിട്ടാണ്. ആദ്യം നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ ശീലത്തെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട്. കാരണം പിൽക്കാലത്ത് ഈ ശീലം, നേരായ ശീലം ഇല്ലെങ്കിൽ, ശീലത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ ശരീരത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി, ശാരീരികമായ സുഖത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ശരീരം നമ്മൾ പറയുന്നത് നിൽക്കണം. ശരീരം പറയുന്നിടത്ത് നമ്മൾ നിൽക്കലല്ല. ഇപ്പൊ നിങ്ങൾക്ക് വിശക്കുന്നു, നിങ്ങൾക്ക് അതിയായ വിശപ്പുണ്ട്, 2-3 ദിവസമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കരുതുക. 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ഭക്ഷണം ലഭിക്കുന്നു. നിങ്ങളുടെ ശരീരം അത് എത്രയും പെട്ടെന്ന് കഴിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. ആ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്തത്, എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ്
നമ്മുടെ മൈൻഡ് നമ്മളോട് എന്താ പറയാ, ഞാൻ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് ഞാൻ എന്തിനാണ് ഇത് ഇവർക്ക് കൊടുക്കുന്നത് എന്ന്. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ചിന്ത അത് ശരീരത്തോട് പറയും, നീ 2 ദിവസം മാത്രമേ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ളൂ, 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാൾ വന്നിട്ടുണ്ട്, അയാളിൽ കയറിയിട്ടാണ് നിങ്ങൾ പിന്നെ ചിന്തിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ശരീരത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വിറ്റൽ പാർട്ടുണ്ട്, നമ്മളൊരു ഡൈനമിക് പാർട്ട്, നമ്മുടെ വികാരങ്ങൾ. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാം, അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിറ്റൽ എഡ്യൂക്കേഷൻ. അഥവാ നമ്മുടെ വികാരങ്ങളൊക്കെ സെൻസുകളെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിച്ച് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ക്യാരക്ടറിനെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് വിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളിപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പല ഇതിലേക്കും നമ്മുടെ ചിന്ത പോകും. ആ ചിന്തയെ തടയുന്ന രീതിയിൽ എന്ത് എപ്പോൾ ചിന്തിക്കണം, എന്ത് എപ്പോൾ ചിന്തിക്കരുത് എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, അതാണ് മെന്റൽ എഡ്യൂക്കേഷൻ. ഇത്രയും ആകുമ്പോഴേക്കും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ നമുക്ക് ഏതിലേക്ക് കടക്കാൻ കഴിയൂ, ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു ഘട്ടത്തിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 6th സെൻസിനെ കുറിച്ച്, 6ാം ഇന്ദ്രിയത്തെ കുറിച്ച് നമുക്കറിയാം. അരബിന്ദോ പറയുന്നത് 6ാം ഇന്ദ്രിയം ഒന്നല്ല, 7ാം ഇന്ദ്രിയം അനുഭവിച്ചറിയുന്ന ആളുണ്ട്. 12 സെൻസുകൾ അനുഭവിച്ചറിഞ്ഞ ആളുകൾ പോലും പുരാതന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അരബിന്ദോ പറയുന്നു. അപ്പൊ ആദ്യം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന്, അഥവാ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന്, ശാരീരിക പ്രലോഭനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് മനസ്സ് എന്ന് പറയുന്ന, ഖുർആനിൽ വളരെ അർത്ഥവത്തായ ഒരു വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സ്, അങ്ങനെ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കണം. അതാണ് മെന്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതാണ് 6ാം ഇന്ദ്രിയത്തിലേക്കും 7ാം ഇന്ദ്രിയത്തിലേക്കൊക്കെ പോകുന്ന തലത്തിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ ടൈമും അതൊരു സ്ഥലമൊന്നും നമുക്കൊരു പ്രശ്നമില്ലാതെ വരും. നമ്മൾ ചിലപ്പോൾ ഈ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്നത് പോലെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആളോട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരം ഒരു സെൻസിലേക്ക്, മനുഷ്യന്റെ ഉള്ളിൽ അത്തരം ഒരു പവർ ഉണ്ട് എന്നാണ്. ഇത് എത്രത്തോളം സത്യമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഫറൂഖ് കോളേജിൽ PG പഠിക്കുന്ന സമയത്ത്, അന്ന് അവിടെ +2 പഠിക്കുന്ന ഒരു ആസിഫ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവന്റെ നാട്ടിലൊരു പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ പോയി. അന്ന് അവൻ എന്നെ പരിചയപ്പെട്ടു. അവന് ഒരു ചെറിയൊരു അന്ന് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ശാരീരികമായിട്ട്. അങ്ങനെ ഞാൻ അവനുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ആയി. പിന്നീട് ഞാൻ B.Ed പഠിക്കുമ്പോഴേക്കും അവൻ അവിടെ ഫറൂഖ് കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. നല്ലൊരു കോണ്ടാക്ട് ആയിരുന്നു. അങ്ങനെ ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു വെള്ളപ്പൊക്കം കയറിയിരുന്നു. ഭയങ്കര വെള്ളം വന്നു. ആദ്യത്തെ പ്രാവശ്യം വെള്ളം വന്ന് നമ്മളൊക്കെ മുട്ടിന്റെ അത്ര വെള്ളമായപ്പോൾ എല്ലാവരും പേടിച്ച് അവിടെ ഓടി കേരളത്തിലേക്ക് വന്നു. 2ാമത്തെ പ്രാവശ്യം വെള്ളം വന്നപ്പോൾ ഒരു മുട്ടിന്റെ അത്രയല്ല, അന്നത്തെ പോലെ തന്നെ ആയിരിക്കും എന്ന് കരുതി എല്ലാവരും അവിടെ തന്നെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കയറി അവസാനം നമ്മൾ താമസിക്കുന്ന വീടൊക്കെ മുങ്ങി. നമ്മുടെ വാടക വീട്ടിന്റെ ഉടമസ്ഥനായ അണ്ണന്റെ മുകളിലുള്ള റൂമിൽ കിടക്കുകയൊക്കെ ചെയ്ത ആ ഒരു തലം. അന്ന് രാത്രി ഒരു 12 മണി 1 മണി സമയത്ത് ഞാൻ എഴുന്നേറ്റ്, അപ്പോ ആ സമയത്ത് നമ്മുടെ വീട്ടിന്റെ ഉടമസ്ഥനായ അണ്ണൻ പുറത്തുനിന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നത് കേട്ടപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ ആകാശത്തിൽ മുക്കിയത് പോലെയുണ്ട് വെള്ളം. കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അത്രയും വെള്ളം പൊന്തിയിട്ടുണ്ട്. അപ്പൊ അണ്ണൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇതുവരെ ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. എൻ്റെ അപ്പന്റെ കാലത്തൊക്കെ 10-50 വർഷം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് അപ്പൊ അന്ന് മൊബൈൽ ഫോണൊക്കെ ഏകദേശം ഒക്കെ തകരാറായി മാറിയിരുന്നു. ആരെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഈ സമയത്ത്
കിലോമീറ്ററുകൾക്ക് ഇപ്പുറം കോഴിക്കോട് കരുമന്തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് തന്റെ കൊച്ചു വീട്ടിൽ കടന്നുറങ്ങിയായിരുന്ന ആസിഫിന് തോന്നാണ് എനിക്കെന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് എന്നെ കുറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച് കിട്ടിയിട്ടില്ല. അവസാനം എൻ്റെ ഒരു കൂട്ടുകാരൻ ജലീൽ മഷ്ഹൂർ തങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു. ഹാത്തിബ്ക്കായെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു വന്ന് അന്ന് നമ്മൾ അവിടെ നിന്നും പല രീതിയിൽ യാത്ര ചെയ്തതിന്റെ പിറ്റേ ദിവസം നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നപ്പോഴാണ് അവൻ ഇതെന്നോട് പറയുന്നത്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് നമ്മൾക്ക് ആലോചിക്കും. മേ ബി ഈ തലത്തിലൊരു സത്യം ഒരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈ മനസ്സ്, നമ്മുടെ ഈ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതിന്റെ അപ്പുറത്ത് മറ്റൊരു സത്യം കിടക്കുന്നുണ്ട് എന്നും ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഉന്നതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുണ്ട്. ആ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് സൈക്കിക് എഡ്യൂക്കേഷനും സ്പിരിച്വൽ എഡ്യൂക്കേഷനും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലെ. നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ബന്ധനങ്ങൾ അതിൻ്റെയൊക്കെ കെട്ടുപാടിൽ നിന്നും അതൊക്കെ വേണ്ട എന്നല്ല, ആ കെട്ടുപാടിനപ്പുറത്തേക്ക് നമ്മുടെ ഈഗോയിസം മാറ്റിവെച്ച് നമുക്കൊരു ഈഗോയും ഇല്ലാത്ത ഈ ലോകത്തിന്റെ തന്നെ ഒരു ഭാഗമായി, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലും നമ്മൾ നമ്മെ തന്നെ കാണുന്ന ഒരു പ്രത്യേകമായ അനുഭൂതി, ഒരു പ്രത്യേകമായ ജീവിത തലം, അതാണ് ഈ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു സ്റ്റേജുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, then vital education, mental education, psychic and spiritual education. I think you have got an idea, yes? Right? അതെ സാറേ, ഇതിപ്പോ നമ്മളൊരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു പറഞ്ഞ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ, സൈക്കിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും? അതെ സാർ, നമ്മളെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ, നമ്മുടെ നിലവിലുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതാണ് ഒരു പ്രശ്നം സാർ. കാരണം നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിതമായി മാറുകയും ഒരു പ്രാഗ്മാറ്റിക് നേച്ചറിലേക്ക് നമ്മൾ പോയി. നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു നേച്ചർ എന്നത് പ്രാഗ്മാറ്റിക് ആണ്. വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മുടെ ജീവിതവും ഒരു പ്രാഗ്മാറ്റിക് ആണ്. ഇപ്പം പണ്ടൊക്കെ നമ്മളിപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു കാർ എടുത്ത് പോവാണെങ്കിൽ, നമ്മൾ മുമ്പ് പറയാറുണ്ട്, കാർ എടുത്ത് പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരാളെ കാറിൽ കയറ്റുന്നത് അയാൾ നല്ല ആളാണോ, അയാൾ ഒരു നല്ല മനുഷ്യനാണോ, അല്ലെ? അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പണ്ട് ഒരാളെ ലിഫ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോ ലിഫ്റ്റ് കൊടുക്കുന്നത് അയാൾക്ക് കാറുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. കാരണം നമ്മളും ഇതുപോലെ കുടുങ്ങിക്കഴിഞ്ഞാൽ അയാൾ കാറിൽ കയറ്റുമോ മല്ലോ. അപ്പൊ ആ ഒരു പ്രാഗ്മാറ്റിക് നേച്ചറിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ് യഥാർത്ഥത്തിലുള്ളവർ, ഏതാണ് കള്ളന്മാർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മറ്റൊരാളിൽ നമ്മെ കാണാനും സാധിക്കില്ല. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു വിദ്യാഭ്യാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണമെങ്കിൽ അസാധാരണമായ ഗഡ്സുള്ള, അസാധാരണമായ ദിഷണാശാലികളായ ആളുകൾ വന്നിട്ട് കുട്ടിക്കാലം മുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ അത്രയും ഒക്കെ ഉയർന്ന തലത്തിലേക്കൊന്നും നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും കുട്ടിക്കാലം മുതൽ തന്നെ അവർ കാണുന്നതൊക്കെ, ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളിപ്പോ പലപ്പോഴും കുട്ടികൾ വായിക്കുന്നതും കാണുന്നതൊക്കെ എന്താണ് ശരിക്കും ഈ ട്രാഫിക് നിയമം തെറ്റിക്കുന്നതും നിയമങ്ങൾ തെറ്റിക്കുന്ന നായകന്മാരാണ് അവർ കാണുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ടോം ആൻഡ് ജെറി പോലും കുട്ടികൾക്ക് കാണിക്കരുത് എന്ന്. കാരണം ടോം ആൻഡ് ജെറിയിലെ തീം എന്താണ് സാർ? ടോം ആൻഡ് ജെറിയിൽ ടോം എന്ന് പറയുന്ന പൂച്ച അധ്വാനിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും
തരപ്പെടുത്തി കൊണ്ടുവരുന്ന മീൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ആര്? ജെറി. ആരാണ് അതിൽ നായകൻ? ജെറിയാണ്, അല്ലെ? അപ്പോ 7-ാം വയസ്സിൽ തന്റെ ജീവിത സ്ക്രിപ്റ്റ് കുട്ടി എഴുതുമെന്ന് പറയുകയാണെങ്കിൽ 7 വയസ്സിന് മുമ്പ് ടോം ആൻഡ് ജെറി കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് പകരം മറ്റൊരാൾ അധ്വാനിക്കുന്നത് എടുത്തു കൊണ്ടുപോകുന്നതാണ് ഹീറോയിസം എന്നൊരു ചിന്ത വരാണ്. ഇത് വളരെ വളരെ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം. കാരണം എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വലിയ പൈസക്കാരുടെ കുട്ടികൾ, +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ മോഷ്ടാക്കളാണ്. ഇപ്പം കോഴിക്കോട് നിന്നും ഏകദേശം ഒരു 1-2 വർഷം മുമ്പ് സ്ഥിരമായിട്ട് ബൈക്കുകൾ മോഷണം പോകും. അവസാനം പിടിച്ചു നോക്കുമ്പോൾ ആ കോഴിക്കോടുള്ള ഏറ്റവും വലിയ VIP-കളായ സമൂഹത്തിലെ ഉന്നതന്മാരുടെ +2-ന് പഠിക്കുന്ന ചില മക്കള് അവരിത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് താൽക്കാലികമായിട്ട് ജീവിക്കാനുള്ള പൈസ കണ്ടെത്താം. അതായത് ഈ നമ്മുടെ ഈ ഇന്ത്യൻ ചിന്തകന്മാരൊക്കെ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ്. ഇതൊക്കെ ഒരുപാട് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുട്ടിക്കാലത്ത് നമ്മൾ അവരുടെ ആ ഒരു അങ്ങനെ ഒരു ഉന്നത തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ അവർ കാണുന്നതും കേൾക്കുന്നതൊക്കെ അന്നേരം എന്ത് ചെയ്യേണ്ടി വരുന്ന ചോദിച്ചാൽ നമ്മളും അത്തരം കാര്യങ്ങൾ മാത്രമേ കാണാനും കേൾക്കാനൊക്കെ പാടുള്ളൂ. അങ്ങനെ അവസ്ഥയിൽ വരും. നമ്മൾ കാണുന്നതൊക്കെ സംഘർഷമില്ലാത്ത കാര്യങ്ങളും പരമാവധി നമ്മളും സംക്ഷുപ്തന്മാരായി മാറുന്നത്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചില മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ എന്നാണ്. വെറും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എല്ലാം പ്രാഗ്മാറ്റിക് എന്ന രീതിയിൽ കാണും. അപ്പം ഇതായിരുന്നു അരബിന്ദോയുടെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുമായിരുന്നു. എന്ന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് സാറ് ചോദിച്ചപ്പോൾ, കാരണം നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന്റെ ശരിയായ സത്യത്തെ ആഗിരണം ചെയ്യാൻ സാധിക്കാത്ത തലത്തിലേക്ക് മനുഷ്യരുടെ ബുദ്ധി ചുരുങ്ങിപ്പോയി. നമ്മളിപ്പോ മഹാന്മാരുടെ കഥകളൊക്കെ കേൾക്കുന്നല്ലാതെ അതുപോലെയുള്ള മഹാന്മാരൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മളെ ചുറ്റുഭാഗത്തും കാണുന്ന, ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരു ഉസ്താദ് വയലു പറഞ്ഞു. വയലു എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിനാണ് വയലു എന്ന് പറയുന്നത്, ഉപദേശം കൊടുക്കുമല്ലോ. ഉസ്താദ് പറഞ്ഞു, ദൈവത്തിന്റെ നാമം വിളിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കും, വേണമെങ്കിൽ പുഴയുടെ മുകളിലൂടെ നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഉസ്താദിനോട് ഒരു നാട്ടുകാരൻ പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഉസ്താദിന് വീട്ടിൽ പോയി. അപ്പൊ കടവ് കടക്കണം, തോണിയില്ല. നാടൻ അപ്പോൾ തന്നെ ദൈവത്തിന്റെ നാമവും ജപിച്ചിട്ട് പുഴയുടെ മുകളിലൂടെ നടന്നു. ഉസ്താദ് അവിടെ പേടിച്ചിരിക്കണം. അപ്പോ എന്ന് പറഞ്ഞാൽ വാല്യൂ ക്രൈസിസ് അതൊക്കെ പറയും. പറയുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല. പറയുന്ന ആൾക്കാർ ചെയ്യാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഭയങ്കര ഒരു ഇൻവിസിബിൾ പവർ ഉണ്ട് സാർ. നമ്മളെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് അത് ഏൽക്കും. നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും പറയുന്നവരും കണക്കായിരിക്കും, കേൾക്കുന്നവരും കണക്കായിരിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പറയുന്നവര് അത് വെറുതെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ അവരത് പാലിച്ചുകൊണ്ടല്ല പറയുന്നത്. അപ്പൊ സാറ് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇത് പ്രാക്ടിക്കൽ ആക്കും എന്നതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിലെ ചില വശങ്ങൾ, നമ്മുടെ കഴിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തെയും ശീലത്തെയും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ പറഞ്ഞ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ. ഇനി ഇദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു കാരണം പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ ടീച്ചിങ് എന്ന് പറയുന്നത്, ഈ നമ്മുടെ യഥാർത്ഥ ബോധനത്തിന്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂ ടീച്ചിങ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറയുന്നത്, അന്ന് ഹമീദ് സാറ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ട്രൂ ടീച്ചിങ് ഈസ് ദാറ്റ് നത്തിങ് ക്യാൻ ബി ടോട്ട്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ ടീച്ചിങ് ഈസ് ദാറ്റ് നത്തിങ് ക്യാൻ ബി ടോട്ട്. ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഗൈഡിങ് ആണ്. അഥവാ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. കാരണം അവരുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന്, അത് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുകളാണ്. ഇവരുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. ആ ഉള്ളതിനെ വിപുലീകരിക്കാൻ, നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു സത്യം
അവിടെ ഏറ്റവും ഉള്ളിൽ ഏത് കിടക്കുന്നത്? ഈ സത്യം കിടക്കുന്നത്. ആ സത്യം പോലും കണ്ടെത്താൻ അവരെ സഹായിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ അവനിത് കണ്ടെത്താൻ കുട്ടിക്കാലത്ത് അവന്റെ, നേരത്തെ സാറ് ചോദിച്ചിരുന്നല്ലോ, ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം സാറ് ചോദിച്ചാണ് പാരന്റ്സിന്റെ ഒക്കെ ഒരു ഇൻസ്ട്രക്ഷൻ വേണ്ടിയല്ലോ. നമ്മൾ കുട്ടിക്കാലത്ത് അവർക്ക് അവരുടെ എങ്ങനെയായിരിക്കണം, അവർക്ക് ഏത് തരത്തിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കിട്ടേണ്ടത്, ഏത് തരത്തിലാണ് അവരുടെ സെൻസ് ഓർഗൻസ് വളർത്തിയെടുക്കേണ്ടത്, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ അവർ അവരുടെ സെൻസ് ഓർഗനും അവരുടെ മൈൻഡൊക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മുടെ സഹായം ഇല്ലാതെ തന്നെ ആ സത്യത്തെ കണ്ടെത്താൻ അവർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മൈൻഡ് ഹാസ് ടു ബി കൺസൾട്ടഡ് ഇൻ ഇറ്റ്സ് ഓൺ ഗ്രോത്ത്. അഥവാ നമ്മൾ ഒരാളുടെ മനസ്സ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണല്ലോ, ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുന്നതിന് മുമ്പ് അയാളുടെ മനസ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണമെന്നാണ്. അതിനർത്ഥം എന്താണ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നും, എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നും, എന്തിനാണ് അവർ ഈ രീതിയിൽ അവരുടെ ചിന്തയെ കൊണ്ടുപോകുന്നത് എന്നും, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചിന്തിക്കാം എന്നൊക്കെയുള്ള പരമാവധി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ കാര്യം എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഒരിക്കലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെ? നമ്മളൊരു കഥ പഠിപ്പിക്കുന്നു, ആ കഥ അവർ കേൾക്കുന്നു, അതിലെ കുറെ ചോദ്യങ്ങൾ വരുന്നു, ആ ചോദ്യങ്ങളുടെ ഉത്തരം അവർ എഴുതുന്നു എന്നല്ലാതെ വി നെവർ ടീച്ച് ദം ദ റിയൽ എയിം ഓഫ് ദ ലേണിംഗ് സംതിങ്. വി നെവർ കൺസൾട്ട് their mind. We never ask anything to their mind. We just start everything teaching. So it should not be there according to Aurobindo. We should consult their mind. And the third principle of education is to work from the near to the far. And this is something like from concrete to abstract, what we tell. Okay, നമുക്കറിയാം, നമ്മൾ സാധാരണ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് പഠിപ്പിച്ചിട്ട് പിന്നെ മറ്റൊന്നിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇവിടെ അവന്റെ ചുറ്റുപാടത്തുള്ളത്, അവന്റെ സറൗണ്ടിങ്സ്, അവന്റെ ആ ഒരു രാജ്യത്തുള്ളത്, അവൻ എപ്പോഴും കാണുന്നത്, അവനെപ്പോഴും കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് മറ്റുള്ളതിലേക്ക് പോകേണ്ടത് എന്നാണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവൻ ഏറ്റവും ആദ്യം അവൻ കാണുന്നത് അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പഠിപ്പിച്ചതിന് ശേഷമാണ് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നത്, ഇമോഷനിലേക്ക് പോകുന്നത്, വിറ്റലിലേക്ക് പോകുന്നത്, അതും കഴിഞ്ഞിട്ടാണ് മൈൻഡിലേക്ക് പോകുന്നത്. അഥവാ അവർക്ക് അറിയുന്നതിൽ, അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നതിൽ നിന്നും സ്ട്രെയിഞ്ച് ആയതിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നു. ഇനി ഏകദേശം ചർച്ച ഇവിടെ കഴിയാണ്. ഇതില് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ടീച്ചറാണ്. ഒരു യഥാർത്ഥ ടീച്ചറുടെ പ്രത്യേകതകൾ. ഒന്ന്, കംപ്ലീറ്റ് സെൽഫ് കൺട്രോൾ ഉള്ള ആളാണ്. കുട്ടികളെ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെയും മാനസിക ചിന്തകളെയും നിയന്ത്രിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചർക്ക് ആദ്യം സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സർ. നമ്മുടെ ചിന്തകൾ മോശമാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ശരിയല്ലെങ്കിൽ, നമ്മൾ പുറത്ത് എത്ര പോളിഷ് ആക്കിയിട്ട് പറഞ്ഞാലും അവർക്കും അവർ പുറത്ത് പോളിഷായിട്ട് കേൾക്കും എന്നല്ലാതെ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും അതെന്ത് ചെയ്യില്ല, തട്ടില്ല. അപ്പൊ കംപ്ലീറ്റ് സെൽഫ് കൺട്രോൾ ഉള്ള ആളായിരിക്കും ഒരു യഥാർത്ഥ ടീച്ചർ. മറ്റൊന്ന്, നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കും. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളിൽ സെൽഫ് കോൺഫിഡൻസ് സൃഷ്ടിക്കാൻ സാധിക്കൂ. ദെൻ അയാൾ നല്ല സ്പിരിച്വൽ തോട്ടുള്ള ആളായിരിക്കും. ഒരു സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ച ഒരു സത്യം കുട്ടിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പരമസത്യത്തെ കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കണമെങ്കിൽ ഇയാൾ ആദ്യം പരമസത്യം കണ്ടെത്തിയ ആളായിരിക്കണം. ഈ സാധാരണ ആത്മീയതയെ കുറിച്ച് പറയാറുണ്ട്. ആത്മീയതയെ കുറിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പുസ്തകം വായിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആത്മീയതയെ കുറിച്ച് ശരിയായ രീതിയിൽ മറ്റൊരാൾക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല. ആത്മീയത യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെതായ തലത്തിൽ അത് പകർന്നു കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും ഒരു സ്പിരിച്വൽ ലീഡർ ആയിരിക്കണം, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായ ആളായിരിക്കണം. ഈ തരത്തിൽ കുറെ പ്രത്യേകതകളും ടീച്ചർക്ക് പറയുന്നു. ഇത്രയുമാണ്
അരബിന്ദോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാം. The topic is over here. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇത് ചിലപ്പോൾ ഹൈലി ഫിലോസഫിക്കൽ ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ആധുനിക കാലത്ത് കാണുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലപ്പോഴും നമ്മൾ ഈ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രലോഭനങ്ങൾ വഴിയാണ്. നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുകയും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില ആഗ്രഹങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കുകയും ആ ആഗ്രഹങ്ങളുടെ പ്രലോഭനത്തിനനുസരിച്ച് നമ്മൾ പോകുന്നത്. പിന്നെ ചില സമയത്ത് നമ്മുടെ വികാരം നിയന്ത്രിക്കാൻ സാധിക്കാതെ, നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പലതും വിളിച്ചു പറയുകയും അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും നമ്മുടെ ജീവിതം ആകെ താറുമാറാവുകയും ചെയ്യും. പിന്നെ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാതെ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നടക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് സൈക്കോളജിസ്റ്റുകൾ. എന്തുകൊണ്ടാണ് കേരളത്തിൽ സൈക്കോളജിസ്റ്റുകൾ പെരുകുന്നത്? അതിനർത്ഥം നമ്മൾ സാധാരണ ഹോസ്പിറ്റലുകൾ പെരുകുമ്പോൾ, ശരിക്കും ഹോസ്പിറ്റലുകൾ പെരുകുമ്പോൾ വികസിക്കുന്നുണ്ട്. പണ്ട് ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോൾ 10-15 ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും വിഡിത്തമാണ്. ഹോസ്പിറ്റൽ പെരുകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? രോഗികൾ പെരുകുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ സൈക്കോളജിസ്റ്റുകൾ പെരുകുന്നു എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ സൈക്കോളജിയിലൊക്കെ താല്പര്യമെടുത്ത് വരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ പോസിറ്റീവായിട്ടല്ല അതിനെ കാണുന്നത്. സൈക്കോളജിസ്റ്റുകൾ പെരുകുന്നുണ്ടെങ്കിൽ, സൈക്കോളജിക്കൽ ക്ലിനിക്കുകൾ പെരുകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, വിഷാദ രോഗികളായ ഒരുപാട് ആളുകൾ പെരുകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? ഈ വിഷാദ രോഗികൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, ഡിഗ്രികൾ ഇല്ലാത്തത് കൊണ്ടാണ്, ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ല. അവിടെയാണ് നമ്മൾ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ആളുകളാണ് ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് എങ്കിൽ അതിനർത്ഥം ദ സോ കോൾഡ് മോഡേൺ എഡ്യൂക്കേഷൻ ലാക്സ് സംതിങ്. അതിനെന്തിൻ്റെയോ അഭാവമുണ്ട്. ആ അഭാവം നികത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഇത്തരം തത്വചിന്തകളെ കുറിച്ച്, ഇത്തരം കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഹൈ ടൈം we thought about a change, and maybe that change may be following some traditional concepts of education and life. Thank you very much. Yes. Okay, sir. അരവിന്ദനെ പോലെ കടന്നു ചിന്തിക്കാൻ നമുക്ക് ഒരു കാരണവശാലും പറ്റുന്നില്ല. എന്തായാലും നമുക്ക് എന്ത് പറയേണ്ടത്, പിന്നെ പറ്റും പോലെ നോക്കാം. അതെ സാർ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹത്തിന്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിഷ്കളങ്കമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് അത് സംഭവിക്കും എന്നുള്ളത് തന്നെ. കാരണം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. ഏതായാലും നമുക്കങ്ങനെ ആഗ്രഹിക്കാം, അങ്ങനെയൊക്കെ ആയി മാറണമെന്ന് ആഗ്രഹിക്കാം. നമുക്ക് അതുപോലെ കുറച്ചാളെങ്കിലും മാറ്റണമെന്ന് ആഗ്രഹിക്കാം. നമ്മുടെ കഴിവിന്റെ പരമാവധി കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. യെസ്.